അപ്പോൾ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഡിജിക്സ്ട്രാസ് അൽഗോരിതമാണ് ലിങ്ക് സ്റ്റേറ്റ് റൗട്ടിങ്ങിൻ്റെ ഫസ്റ്റ് പാർട്ട്. നമ്മളെല്ലാം ബേസിക് ആയിട്ടുള്ള ഡാറ്റ ലിങ്ക് സ്റ്റേറ്റ് ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുന്നിടം വരെ എങ്ങനെയാണെന്ന് കണ്ടു. ലിങ്ക് സ്റ്റേറ്റ് ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ നോഡിൻ്റെ അടുത്തും അതിന് ഇൻഫർമേഷൻ ഉണ്ടാവും. ബാക്കിയുള്ള നോഡിലേക്ക് എത്താനുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്നുള്ള ഒരു ഇൻഫർമേഷൻ അവൻ്റെ അടുത്ത് കാണും. ബാക്കിയുള്ള നോഡിലേക്കല്ല, അവൻ്റെ തൊട്ടടുത്ത നോഡിലേക്കും ആ തൊട്ടടുത്ത നോഡുകൾക്ക് അവൻ്റെ തൊട്ടടുത്ത നോഡുകളിലേക്കും അങ്ങനെ എല്ലാ ലിങ്കിൻ്റെ ഇൻഫർമേഷനും ഇവൻ്റെ കാണും. അങ്ങനെ ഫുൾ ഇങ്ങനെ ഒരു നെറ്റ്വർക്ക് ഉണ്ട്. ഇങ്ങനെ ഒരു നെറ്റ്വർക്കിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു നെറ്റ്വർക്കിലെ ഓരോ ലിങ്കിൻ്റെയും കോസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ അതിൻ്റെ ഏറ്റവും ലീസ്റ്റ് കോസ്റ്റിൽ എങ്ങനെ, ഇതൊരു ഒപ്റ്റിമൈസേഷൻ പ്രോബ്ലമാണ്, ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യം നല്ല ഒരു ഡിഗ്രി ലെവലിൽ പഠിക്കേണ്ടതാണ്. അപ്പോൾ ഒന്ന് മനസ്സിലാക്കിയ അപ്പോൾ എന്തായി, നമുക്ക് ഓരോ ലിങ്കിൽ നിന്നും മറ്റ് ലിങ്കിലേക്ക് പോകാനുള്ള, ഓരോ നോഡിൽ നിന്നും മറ്റു നോഡിലേക്ക് പോകാനുള്ള കോസ്റ്റ് എല്ലാ നോഡുകൾക്കും അറിയാം. അത് കണ്ടുപിടിച്ചു, ലിങ്ക് സ്റ്റേറ്റ് ഡാറ്റാബേസിലുണ്ട്. ഇത് ആ മെട്രിക്സിൽ നിന്ന് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തിരിക്കുന്ന ഇൻഫർമേഷനാണ്. ഏതാണ്? എയിൽ നിന്ന് ബിയിലേക്ക് പോകാൻ 2, ബിയിൽ നിന്ന് 5 അങ്ങനെ എല്ലാം കണ്ടുപിടിച്ചു. ഓക്കെ. ഇനി ഡിജിക്സ്ട്രാസ് അൽഗോരിതം വിളിക്കുന്നത് ഓരോ നോഡിനുമാണ്. അപ്പോൾ എ എന്നുള്ള നോഡിനെ വെച്ച് വിളിക്കുന്നതാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അൽഗോരിതത്തിൻ്റെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ദ നോഡ് ചൂസസ് ഇറ്റ്സെൽഫ് ആസ് എ റൂട്ട്. ഒരു നോഡ് എയിനെയാണ് വിളിക്കുന്നതെങ്കിൽ എ സ്വയം, അപ്പം ഞാൻ പറഞ്ഞു ഓരോ നോഡും അതിനെ തന്നെ റൂട്ടായിക്കൊണ്ട് ഒരു ട്രീനെ ഡെവലപ്പ് ചെയ്യുമെന്ന് പറഞ്ഞു. ഇറ്റ്സെൽഫ് ആസ് എ റൂട്ട് ഓഫ് ദ ട്രീ, ക്രിയേറ്റിംഗ് എ ട്രീ വിത്ത് എ സിംഗിൾ നോഡ്. അപ്പോൾ ഫസ്റ്റ് തന്നെ എ എന്താണ്? എയിനെ വെച്ചാണ് ഈ ഡിജിക്സ്ട്രാസ് അൽഗോരിതം വിളിക്കുന്നതെങ്കിൽ എ സ്വയം തീരുമാനിക്കും, ഓക്കെ ഞാൻ റൂട്ടാണ് എന്ന് തീരുമാനിക്കും. അപ്പോൾ ആ ട്രീയിൽ ഇപ്പോൾ ഒരു എലമെൻറ്റേ ഉള്ളൂ, കാരണം റൂട്ട് മാത്രമേ ഉള്ളൂ. And sets the total cost of each node based on information in LSBD. എന്നിട്ട് and set the total cost of each node, ഓരോ നോഡിൻ്റെയും ടോട്ടൽ കോസ്റ്റ് നമ്മുടെ ഡാറ്റാബേസ് മെട്രിക്സ് വെച്ചിട്ട് സെറ്റ് ചെയ്ത് വെക്കും. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ്, ഇത് ഇൻഫിനിറ്റ് ആയിട്ട് വീണ്ടും ലൂപ്പ് ചെയ്ത് നടക്കുന്ന ഒരു സ്റ്റെപ്പാണ്. കാരണം സ്റ്റെപ്പ് 3ലേക്ക് നോക്കിയാൽ ദ നോഡ് റിപ്പീറ്റ് സ്റ്റെപ്പ് 2 until all nodes are added. ഉണ്ടോ? ഈ ഇത് ഇൻഫിനിറ്റ് ആയിട്ടല്ല, എല്ലാ നോഡും ആഡ് ചെയ്യുന്നിടം വരെ ഇതിൽ നടക്കും. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. ദ നോഡ് സെലക്ട്സ് വൺ നോഡ് എമംഗ് ഓൾ ദ നോഡ്സ് ഇൻ ദ ട്രീ. നോഡ്സ് ഇൻ ദ ട്രീ അല്ല, ഈ ഗ്രാഫിലാണ്, ഇപ്പോൾ ട്രീയിൽ ഇല്ല. വിച്ച് ഈസ് ക്ലോസസ്റ്റ് ടു ദ റൂട്ട്, റൂട്ടിനോട് ഏറ്റവും അടുത്തുള്ള. ആൻഡ് ആഡ് ദിസ് ടു ദ ട്രീ. അപ്പോൾ റൂട്ട് എന്താണ്? ഫസ്റ്റ് സ്റ്റെപ്പിൽ എ റൂട്ടായിട്ട് സ്വയം തീരുമാനിച്ചു. എന്നിട്ട് അവൻ്റെ അടുത്തുനിന്ന് ഏറ്റവും ദൂരം കുറവുള്ള ഒരുത്തിനെ ട്രീയിലേക്ക് ആഡ് ചെയ്തു. എന്ന് പറഞ്ഞാൽ ഈ കേസിൽ അവൻ്റെ അടുത്തുനിന്ന് ഏറ്റവും ദൂരം കുറവുള്ളത് 2 ഡിസ്റ്റൻസിൽ ബി ആണുള്ളത്. അതുകൊണ്ട് ബീനെ ആഡ് ചെയ്യും. After this node is added to the tree, the cost of other nodes in the tree needs to be updated. ഈ ബി വെച്ചിട്ട് ഓരോന്നിനും അപ്ഡേറ്റ് ചെയ്യുക. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ബിക്കോസ് പാത്ത് മേ ഹാവ് ചേഞ്ച്ഡ്. എന്നിട്ട് ഈ പരിപാടി വീണ്ടും ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ആദ്യം ബി ആഡ് ചെയ്തു, പിന്നെ ബാക്കിയുള്ളതിൽ നിന്ന് പിന്നെ ഏറ്റവും ഡിസ്റ്റൻസ് കുറവുള്ളത് ആഡ് ചെയ്തു, അങ്ങനെ. അപ്പം അതിൻ്റെ ഒരു ഫിഗർ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് മുമ്പോട്ട് പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്രാഫ്. ഫസ്റ്റ് എന്ത് ചെയ്യും? എയ്ക്ക് വെച്ചിട്ടാണ് ഡിജിക്സ്ട്രാസിനെ വിളിച്ചത്. ഓരോ നോഡിനും വിളിക്കും, ഒരെണ്ണത്തിന് വെച്ച് വിളിക്കുന്നതാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എയിനെ എന്ത് ചെയ്യും? എയ്ക്ക് അറിയാം ഇവൻ്റെ അടുത്തേക്ക് പോകാൻ 2 ആണെന്നും ഇവൻ്റെ അടുത്തേക്ക് പോകാൻ 3 ആണെന്നും അറിയാം. ബാക്കി എല്ലാത്തിലേക്കും ഡയറക്റ്റ് പാത്തില്ലാത്തതുകൊണ്ട് ഇൻഫിനിറ്റീന് ഇട്ട്. ഇതിലെ ഏറ്റവും ദൂരം കുറവുള്ളവനെ ഇവൻ ട്രീയിലേക്ക് ആഡ് ചെയ്യും. എന്ന് പറഞ്ഞാൽ ഒരു ലീഫായിട്ട് ആഡ് ചെയ്യും. അപ്പോൾ എന്തിനെ ആഡ് ചെയ്യും? ബീനെ ആഡ് ചെയ്യും. അതാണ് ഈ രണ്ടാമത്തെ അൽഗോരിതത്തിൽ ഇവിടെ കാണിച്ചേക്കുന്നത്. ബീനെ ആഡ് ചെയ്യും. ഈ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലുള്ളത്, ഗ്രാഫിലുള്ളത് ഇനി ആഡ് ചെയ്യാത്തതാണ്. ഈ ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിലുള്ളത് റൂട്ടാണ്. പിന്നെ ഒരു ഗ്രേ പോലത്തെ ഒരു ഷെയ്ഡഡ് ബാക്ക്ഗ്രൗണ്ട് കൊടുത്തേക്കുന്നത് നോഡിലേക്ക്, ട്രീയിലേക്ക് ആഡ് ചെയ്ത നോഡുകളാണ്. അപ്പോൾ എന്ത് ചെയ്തു? ഫസ്റ്റ് സ്റ്റെപ്പിൽ ഇവൻ സ്വയം റൂട്ടായിട്ട് തീരുമാനിച്ചു. അതിന് ശേഷം ഏറ്റവും കുറവ് വെയിറ്റുള്ള ഒരെണ്ണത്തെ അവൻ്റെ ലീഫായിട്ട് ആഡ് ചെയ്തു. അപ്പം ബി, ഇങ്ങനെ ഒരു ട്രീ നമുക്ക് കിട്ടി. ബാക്കി ആരോയൊക്കെ അങ്ങനെ കിടക്കുന്നത് മാത്രമേ, അതൊന്നുമില്ല, ഇപ്പം ഇല്ല. ഇനി ബിയുടെ അടുത്ത് കിട്ടിക്കഴിയുമ്പോൾ അവൻ എന്ത് നോക്കും? ബിയുടെ, അപ്പം എയും ബിയും ആയല്ലോ. എ ആകുമ്പം തന്നെ അവൻ എന്ത് കിട്ടും? ഡിയിലേക്കുള്ള ഡിസ്റ്റൻസ് 3 ആണ്. കാരണം എയ്ക്ക് സ്വന്തമായിട്ട് അറിയാം ഡിയിലേക്കുള്ള ഡിസ്റ്റൻസ് 3 ആണെന്നും ബിയിലേക്കുള്ള ഡിസ്റ്റൻസ് 2 ആണെന്നും. അതിൽ കുറവ് 2 ആയതുകൊണ്ട് അത് ആഡ് ചെയ്തു. ഇവിടെ 3 എന്ന് നമ്മൾ എഴുതി വെച്ചു. ഇനി ബിയിൽ കിട്ടിയല്ലോ ഓൾറെഡി. ബി കിട്ടുമ്പോൾ ബിക്ക് അറിയാം സിയിലേക്ക് പോകാൻ 7, ഇയിലേക്ക് അല്ല, ബിയെ സംബന്ധിച്ചിടത്തോളം ബിയിൽ നിന്ന് സിയിലേക്ക് പോകാൻ 5 ആണ്, ബിയിൽ നിന്ന് ഇയിലേക്ക് പോകാൻ 4 ആണ്. ഇത് രണ്ടും കിട്ടിയല്ലോ. അപ്പോൾ എന്ത് ചെയ്യും? ഈ ബി ഇത് വെച്ചിട്ട് അപ്ഡേറ്റ് ചെയ്യും. ഓക്കെ,
എൻ്റെ അടുത്ത് വന്നാൽ സിയിലേക്ക് പോകാൻ 5ആണ്, എൻ്റെ അടുത്ത് വരാൻ 2, അപ്പോൾ 5 2 7, സിയുടെ അവിടെ 7 എന്ന് എഴുതി വെക്കും. ഇവിടെ ബിയിൽ നിന്ന് ഇയിലേക്ക് പോകാൻ 4ആണ്, എയിൽ നിന്ന് ബിയിലേക്ക്. അപ്പോൾ എൻ്റെ അടുത്ത് നിന്ന് ഇയുടെ അടുത്തേക്ക് പോകാൻ 4ആണ്, എൻ്റെ അടുത്ത് വരാൻ 2ആണ്, അപ്പോൾ 4 2 6. അത് രണ്ടും ഇവിടെ അപ്ഡേറ്റ് ചെയ്ത് വെക്കും, ഇവിടെ അപ്ഡേറ്റ് ചെയ്ത് വെക്കും. എന്നിട്ട് വീണ്ടും എന്ത് ചെയ്യും? അപ്പോൾ ഈ 3 വെയിറ്റ് നമുക്ക് കിട്ടി. ഇതിൽ ഏറ്റവും വെയിറ്റ് കുറവുള്ളവനെ നമ്മൾ വീണ്ടും സ്വീകരിക്കും. ഇതിൽ ഏറ്റവും വെയിറ്റ് കുറവുള്ളതാണ് 3ആണ് ഏറ്റവും വെയിറ്റ് കുറവ്. അപ്പോൾ ഡീനെ നമ്മുടെ ട്രീയിലേക്ക് ആഡ് ചെയ്യും. ഡീനെ ട്രീയിലേക്ക് ആഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഏതൊക്കെ കിട്ടും? ഡീനെ ട്രീയിലേക്ക് ആഡ് ചെയ്യുമ്പോൾ ഈ ഡിസ്റ്റൻസ് 3 ആണെന്ന് കിട്ടും. ഇയിലേക്കുള്ള ഡിസ്റ്റൻസ് നമ്മൾ ഓൾറെഡി 4 2 6 കൂട്ടി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഡിയിലെത്തിയപ്പോൾ ഡിയിൽ നിന്ന് ഇയിലെത്താൻ ഒരു മാർഗ്ഗമുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ, ഈ ഡിയിൽ നിന്ന് ഇയിലെത്താനുള്ള ഡിസ്റ്റൻസ് 5, ഡിയിലെത്താനായിട്ടുള്ള വെയിറ്റ് എനെ സംബന്ധിച്ചാണ് പറയുന്നത്. അപ്പം ഡി കിട്ടിക്കഴിഞ്ഞാൽ ഡിക്ക് അറിയാം 5-ലെത്താൻ വേണ്ടി, ഇയിലെത്താൻ വേണ്ടി 5 വെയിറ്റ് ആണെന്ന് അറിയാം. ആ 5 ഇവൻ്റെ അടുത്ത് വരാനുള്ള 3, 5 3 8 കൂട്ടും. അപ്പോൾ ഈ പറഞ്ഞ ഇ എന്ന് പറയുന്ന നോഡിലേക്ക് ഡി വഴി എത്തണമെങ്കിൽ 8ആണ്. പക്ഷേ ഓൾറെഡി നമ്മൾ ഇതുവഴി എത്താൻ 6ആണെന്ന് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിൽ വ്യത്യാസമൊന്നും വരുത്തില്ല. ഇയിലെത്താൻ 6. അപ്പോൾ ഓൾറെഡി അതിലും കുറഞ്ഞ ഡിസ്റ്റൻസിൽ എത്താമെന്ന് പറഞ്ഞു. പിന്നെ കൂടിയ ഡിസ്റ്റൻസ് വഴി വരേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ 6 തന്നെ, 6ഉം 7ഉം നിൽക്കും. അപ്പോൾ എന്ത് ചെയ്യും? ഫസ്റ്റ് ഒരു നോഡ് അതിൻ്റെ ഇമ്മീഡിയറ്റ് നെയ്ബേഴ്സിനോടുള്ള വെയിറ്റ് കണ്ടുപിടിച്ചു. അതിൽ ഏറ്റവും വെയിറ്റ് കുറവുള്ളവനെ ആഡ് ചെയ്തു ഇതിലേക്ക്. അത് കഴിഞ്ഞ് ആരാണോ ആഡ് ചെയ്തത് അവൻ്റെ ഇമ്മീഡിയറ്റ് നെയ്ബേഴ്സിലേക്ക് പോകാനുള്ള വെയിറ്റ് കണ്ടുപിടിച്ചു. അതിനുശേഷം വീണ്ടും അതിലേറ്റവും വെയിറ്റ് കുറവ് ഏതാണോ അവനെ ഇതിലേക്ക് ആഡ് ചെയ്തു. ആ ആഡ് ചെയ്തവൻ്റെ നെയ്ബേഴ്സിലേക്ക് പോകാനുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചു. വീണ്ടും അതിലേറ്റവും ഡിസ്റ്റൻസ് കുറവുള്ളവനെ ഇതിലേക്ക് ആഡ് ചെയ്തു. അപ്പോൾ ഇപ്പോൾ എന്ത് ചെയ്തു? എയും ബിയും ഡിയും വന്നു. ഇത് രണ്ടും ഉണ്ട്. ഇവിടെ എത്തണമെങ്കിൽ 6ഉം ഇവിടെ എത്തണമെങ്കിൽ 7ഉമാണ്. 6ലും 7ലും മിനിമം 6 ആയതുകൊണ്ട് ഈനെയാണ് അടുത്തായിട്ട് ആഡ് ചെയ്യാൻ പോകുന്നത്. ഈനെ ആഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഈ 6 വെയിറ്റ് കൊണ്ട് എത്തുന്നത് എങ്ങനെയാണ്? ബി വഴി വരുമ്പോഴാണ്. അപ്പോൾ ബിയിൽ നിന്ന് ഇയിലേക്ക് 6 എന്ന് പറഞ്ഞ് അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ ഇയിലെത്തിക്കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഇനി എന്താണ് ചെയ്യേണ്ടത്? ഇയിൽ നിന്ന് അടുത്തതിലേക്കുള്ള ഡിസ്റ്റൻസുകൾ കണ്ടുപിടിക്കും. ഇയിൽ നിന്ന് ഡി ഓൾറെഡി നമ്മൾ ആഡ് ചെയ്തതായതുകൊണ്ട് അതിനെ പിന്നെ നോക്കേണ്ട കാര്യമില്ല. ഇയിൽ നിന്ന് പിന്നെ ഡയറക്റ്റ് ഉള്ളത് എഫിലേക്കാണ്. അപ്പോൾ ഇയിലെത്താനായിട്ട് 6 മതി. ഇയിൽ നിന്ന് എഫിലേക്ക് പോകാൻ എത്രയുണ്ടെന്ന് നോക്കാം. ഇയിൽ നിന്ന് എഫിലേക്ക് പോകാൻ 2ആണ്. അപ്പം 4 2 6 കൊണ്ട് ഇയിലെത്താം. 6ഉം പിന്നെ 2ഉം കൂടെ കൂട്ടിയാൽ 8ൽ നമുക്ക് എഫിലെത്താൻ പറ്റും. അപ്പോൾ എഫിൻ്റെ അടിയിൽ എന്തെഴുതും? എഫിൻ്റെ അടിയിൽ 8 എന്ന് എഴുതി വെക്കും. എഫിൻ്റെ അടിയിൽ 8ആയി. ഇനി എന്തായി? അപ്പം ഇവൻ്റെ എല്ലാ നെയ്ബറിനെയും കണ്ടുപിടിച്ചു. ഇപ്പോൾ 8ഉം 7ഉം ഉണ്ട്. ഇതിൽ കുറവ് 7 ആയതുകൊണ്ട് സീനെയാണ് അടുത്തതായിട്ട് ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സീനെ ആഡ് ചെയ്തു. സീനെ ആഡ് ചെയ്ത് കഴിഞ്ഞ് സിയിൽ നിന്ന് അവൻ്റെ നെയ്ബറിലേക്കുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കും. സിക്ക് പിന്നെയുള്ള ആഡ് ചെയ്യാത്ത നെയ്ബർ എന്ന് പറയുന്നത് ജി ആണ്. സിയിലെത്താനുള്ള വെയിറ്റ് എന്ന് പറയുന്നത് 7ആണ്. 7ഉം ഈ 3ഉം 7 3 10 വെയിറ്റ് കൊണ്ട് ജിയിലെത്താം. അപ്പോൾ ജിയിലേക്കുള്ള ഡിസ്റ്റൻസ് 10ആണെന്ന് എഴുതി വെച്ചു. ഇവിടെ 10ഉം ഇവിടെ ഒരു 8ഉം ഉണ്ട്. ഇതിൽ മിനിമം ഉള്ളത് എന്താണ്? ആഡ് ചെയ്യാത്ത 2 നോഡുകളേ ഉള്ളൂ. ആ 2 നോഡുകളുടെ വെയിറ്റ് ഒരെണ്ണം 8ഉം ഒരെണ്ണം 10ഉമാണ്. അപ്പോൾ എന്ത് ചെയ്തു? ഈ കുറവ് വെയിറ്റുള്ള എഫിനെ ആഡ് ചെയ്തു. ഈ കുറവ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ 8ആണ്. 8 എന്ന് പറയുന്ന വെയിറ്റ് ഇങ്ങനെ ട്രാവൽ ചെയ്ത് വരുമ്പോഴാണ്, അതായത് ഇയിൽ നിന്ന് എഫിലേക്ക് വരുമ്പോഴാണ്. അപ്പോൾ ഇങ്ങനെ വന്ന് ഇങ്ങനെ എഫിലേക്ക് പോയി. ഇനി എന്ത് ചെയ്യും? എഫിൻ്റെ എല്ലാ നെയ്ബേഴ്സിൻ്റെയും വെയിറ്റ് കണ്ടുപിടിക്കും. പക്ഷേ ഓൾറെഡി ജിയുടെ വെയിറ്റ് ഇപ്പോൾ 8 എഫിലെത്താൻ 8ആണ്. എഫിലെത്താൻ 8ആണ്. 8ഉം 1ഉം 9. 8ഉം 1ഉം 9 വെച്ച് നമുക്ക് 9 വെയിറ്റ് കൊണ്ട് ഈ വഴിക്ക് ജിയിലെത്താൻ പറ്റുള്ളൂ. പക്ഷേ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചേക്കുന്നത് എത്രയാണ്? ജിയിൽ 10ആണ്. അതായത് 7ഉം ഇവിടെ വരെ 7ഉം 3ഉം 10ആണ് ഈ വഴിക്ക് വന്നാൽ. പക്ഷേ ഈ വഴിക്ക് വന്നാൽ എന്താണ്? ഇവിടെ വരെ എത്താനുള്ള വെയിറ്റ് എന്ന് പറഞ്ഞാൽ 8ആണ്. 8ൻ്റെ കൂടെ 1 കൂട്ടിയാൽ 9. അപ്പോൾ ഒരു വെയിറ്റ് ഇതിലെ വരുന്നതിലും ഒരു വെയിറ്റ് കുറവാണ് ഇതിലെ വരുന്നത്. അപ്പം നമ്മൾ എന്തെടുക്കും? 9 എന്ന് പറയുന്ന വെയിറ്റ് അതിനിടും. 9 എന്ന് പറയുന്ന വെയിറ്റ് ഇവിടെ നേരത്തെ 10 ആയിരുന്നു. പക്ഷേ ഈ എഫ് വഴി വരുമ്പോൾ വെയിറ്റ് കുറവായതുകൊണ്ട് ആ പാത്ത് നമ്മളെടുക്കും. ആ പാത്തും ആഡ് ചെയ്തു. ഇപ്പോൾ എല്ലാ നോഡും ആഡ് ആയതുകൊണ്ട് അൽഗോരിതം അവിടെ നിൽക്കും. അപ്പോൾ ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ചെരിച്ച് വരച്ചേക്കുന്നതേ ഉള്ളൂ. താഴോട്ട് വരച്ച് കഴിഞ്ഞാൽ ഇതൊരു ട്രീ ആണ്. അപ്പോൾ എ എന്ന് പറയുന്ന നോഡിന് 2 ബ്രാഞ്ചസ് ഉണ്ട്. 2 ബിയും ഡിയും. ബിക്ക് 2 ബ്രാഞ്ചസ് ഉണ്ട്, സിയും ഇയും. ഇക്ക് ഒരു ബ്രാഞ്ച് ഉണ്ട്, എഫ്. ജിക്ക് ഒരു ബ്രാഞ്ച് ഉണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ എന്ത് ചെയ്യും? ഇതിപ്പം ഓരോ നോഡിലേക്കും പോകണമെങ്കിൽ ട്രീയിൽ ഒരു ഭാഗത്തേ കാണത്തുള്ളൂ. ഇപ്പോൾ ജിയിലേക്ക് വരണമെന്ന് വിചാരിക്കുക. ഇങ്ങനെ വന്ന് ഇങ്ങനെ എത്തും. സിയിലേക്ക് പോകണമെങ്കിൽ ഇങ്ങനെ എത്തും. ഡിയിലേക്ക് പോകണമെങ്കിൽ ഇവിടെ എത്തും. എഫിലേക്ക് പോകണമെങ്കിൽ ഇങ്ങനെ വരും. ഇങ്ങനെ ഓരോന്നിലേക്കും ട്രീ ഉള്ള രീതിയിൽ കിട്ടും. അപ്പോൾ അതാണ് എക്സാമ്പിൾ വെച്ച് പറഞ്ഞേക്കുന്നത്. ഇതിൻ്റെ അൽഗോരിതം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം.
ഡിക്സ്ട്രാസ് അൽഗോരിതം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഈ അൽഗോരിതം ഓരോ നോഡിനും വിളിക്കും. ഓരോ നോഡിനും ഏത് നോഡിനാണോ വിളിച്ചേക്കുന്നത് ആ നോഡിന് റൂട്ടായിട്ട് അസൈൻ ചെയ്യും. ട്രീയുടെ റൂട്ട് എന്ന് പറയുന്നത് ആ നോഡിന് അസൈൻ ചെയ്യും. എന്നിട്ട് ഫോർ y ഈസ് ഈക്വൽ ടു 1 to n ബാക്കി എല്ലാ നോഡിനും ഇഫ് y ഈസ് റൂട്ട് ആണെങ്കിൽ അതിലേക്കുള്ള ഡിസ്റ്റൻസ് 0 എന്ന് സേവ് ചെയ്ത് വെക്കും. കാരണം എയിൽ നിന്ന് എയിലേക്ക് എത്താൻ 0 ആണ്, കാരണം ഓൾറെഡി റൂട്ടാണ്. അല്ലെങ്കിൽ y നെയ്ബർ ആണെങ്കിൽ നമ്മുടെ ഇതിൽ നിന്ന് അവിടെ എത്താനുള്ള ഡിസ്റ്റൻസ് അതിൽ സേവ് ചെയ്ത് വെക്കും, ഇമ്മീഡിയറ്റ് നെയ്ബർ ആണെങ്കിൽ. നെയ്ബർ അല്ലാത്തതിനെല്ലാം ഇൻഫിനിറ്റിന്ന് ഇടും. ഇത് ഇട്ടും. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു അല്ലേ. ആദ്യം തന്നെ ഇവനെ റൂട്ടായിട്ട് ആഡ് ചെയ്തു. ഓരോ നെയ്ബർ ആണെങ്കിൽ ആ നെയ്ബറിലേക്കുള്ള കോസ്റ്റ് കണ്ടുപിടിച്ചു. നെയ്ബർ അല്ല എങ്കിൽ എല്ലാം ഇൻഫിനിറ്റിന്ന് ഇട്ടു. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. എല്ലാ നോഡിനും അത് ചെയ്തു. ഇനി ഉള്ളതാണ്, അതാണ് ഈ പറഞ്ഞേക്കുന്ന ഫസ്റ്റ് സ്റ്റെപ്പാണ് ഇപ്പോൾ ചെയ്തേക്കുന്നത്. ഈ കൊടുത്തേക്കുന്ന ഫസ്റ്റ് സ്റ്റെപ്പാണ് ഇവിടെ തൊട്ട് ഇവിടെ വരെ ഈ ഇഫ് ക്ലോസ് ചെയ്യുന്ന, ഈ ഫോർ ലൂപ്പ് ക്ലോസ് ചെയ്യുന്നിടം വരെ എഴുതിയേക്കുന്നതാണ് അത്. അടുത്തത് രണ്ടാമത്തെ സ്റ്റെപ്പില്ലേ, ആ രണ്ടാമത്തെ സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ രണ്ടാമത്തെ സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഇത് റിപ്പീറ്റിനകത്ത് എഴുതിയേക്കുവാണ്. റിപ്പീറ്റ് ഫോർ എ നോഡ് W, ഒരു നോഡ് W വേർ DW ഈസ് മിനിമം എമംഗ് ഓൾ ദ നോഡ്സ്. അപ്പം നമ്മൾ എന്ത് ചെയ്തു, ഇതിൻ്റെ ഓരോന്നിൻ്റെയും വെയിറ്റ് കണ്ടുപിടിച്ചപ്പോൾ ഇതിൻ്റെ എല്ലാം വെയിറ്റ് കിട്ടിയില്ലേ. ഇതിലെ ഏറ്റവും മിനിമം ഉള്ളത് എടുത്തു. എടുത്തെന്ന് പറഞ്ഞാൽ ഈ കേസിൽ ഏതാണ് 2 എടുത്തു. അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത് ഫോർ എ നോഡ് W. ഇപ്പം എ എന്ന് പറയുന്ന നോഡിനാണ് നോക്കുന്നത്. ഫോർ എനി ഡോട്ട് W വിത്ത് DW മിനിമം എമംഗ് ഓൾ ദ നോട്ട്സ് നോട്ട് ഇൻ ട്രീയിലില്ലാത്തതിൽ ഏറ്റവും വെയിറ്റ് കുറഞ്ഞ്. ട്രീയിൽ ഓൾറെഡി റൂട്ട് മാത്രമേ ഉള്ളൂ, അതിൻ്റെ വെയിറ്റ് 0 ആണ്. അതുകൊണ്ട് അത് കൺസിഡർ ചെയ്യത്തില്ല ട്രീയിലുള്ളതുകൊണ്ട്. ട്രീയിലില്ലാത്തതിൽ ഏറ്റവും വെയിറ്റ് കുറവുള്ളത് ട്രീയിലേക്ക് ആഡ് ചെയ്തു. ട്രീ ഈസ് ഈക്വൽ ടു ട്രീ യൂണിയൻ W എന്ന് പറഞ്ഞാൽ ട്രീയിലേക്ക് Wനെയും കൂടെ ആഡ് ചെയ്തു. W എന്ന് പറഞ്ഞാൽ ഏറ്റവും വെയിറ്റ് കുറവുള്ള നോഡിൻ്റെ പേരാണ് W എന്ന്. ആ നോഡിനെ ഇങ്ങോട്ട് ആഡ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു, ഇനി എന്ത് ചെയ്യണം, Wനെ നമ്മൾ ആഡ് ചെയ്തില്ലേ. Wനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ Wൻ്റെ നെയ്ബേഴ്സിൻ്റെ എല്ലാം ഡിസ്റ്റൻസ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം. Wൻ്റെ നെയ്ബേഴ്സ് ഇപ്പം നമ്മൾ എന്ത് ചെയ്തു, ബീനെ ആഡ് ചെയ്തു കഴിഞ്ഞാൽ ബിയുടെ നെയ്ബേഴ്സിൻ്റെ എല്ലാം വാല്യൂ നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. ബിയുടെ നെയ്ബേഴ്സ് എന്ന് പറഞ്ഞാൽ സിയുടെയും ഇയുടെയും വാല്യൂ അപ്ഡേറ്റ് ചെയ്യും. അതിന് വേണ്ടിയിട്ട് ഫോർ എവറി നോഡ് എക്സ് വിച്ച് ഈസ് എ നെയ്ബർ ഓഫ് Wൻ്റെ എല്ലാ നെയ്ബറിനും, അതിനാണ് ഇവിടെ ചെയ്തേക്കുന്നത്. ഞാൻ പറഞ്ഞ ബി കിട്ടിക്കഴിഞ്ഞാൽ സിയും ഇയും. ഫോർ എവറി നോഡ് എക്സ് വിച്ച് ഈസ് എ നെയ്ബർ ഓഫ് W നോട്ട് ഇൻ ദ ട്രീയിലില്ലാത്ത എല്ലാ നെയ്ബറിനും. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, ബിയുടെ ഒരു നെയ്ബറാണ് എ, പക്ഷേ എ ഓൾറെഡി ട്രീയിലുണ്ട്, അതുകൊണ്ട് അതിനെ നോട്ട് ചെയ്യും. ബിയുടെ നെയ്ബറും ആയിരിക്കണം, ട്രീയിൽ ഉണ്ടാവാനും പാടില്ല. അതെന്ന് പറയുന്നത് സിയു ഇയു ആണ്. ഫോർ എവറി നോഡ് എക്സ് വിച്ച് ഈസ് എ നെയ്ബർ ഓഫ് W നോട്ട് ഇൻ ദ ട്രീ. ഡി എക്സിൽ നിന്ന്, അതായത് ഇപ്പോൾ ഉള്ള ഇതിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് മിനിമം ഓഫ് DX ആയിരിക്കണം, ഒന്നെങ്കിൽ മിനിമം ഓഫ് DX ആയിരിക്കണം. അപ്പം ഇതിൽ നിന്ന് ഈ DX എന്ന് പറയുന്നത് ഓൾറെഡി അതിലേക്കുള്ള ഡിസ്റ്റൻസ് ഉണ്ടല്ലോ. അതായത് ഇപ്പം ഈ കേസിൽ ഏതാണ് പറയുന്നത്, നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച ഒരു നോഡ്, ഇവിടുത്തെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞില്ലേ, ഇവിടുത്തെ എക്സാമ്പിൾ കണ്ടുപിടിച്ചപ്പോൾ എന്താ, എയിൽ നിന്ന് ഇവിടെ എത്താനുള്ള ഡിസ്റ്റൻസ് ഓൾറെഡി ഈ കേസിൽ എയിൽ നിന്ന് ഇവിടെ എത്താനുള്ള ഡിസ്റ്റൻസ് ഓൾറെഡി 10 കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ എഫ് കണ്ടുപിടിച്ചുകൊണ്ട് എഫിൻ്റെ നെയ്ബറിലേക്കുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുമ്പോൾ ഓൾറെഡി ഉള്ള, അതായത് എയ്ക്ക് അറിയാൻ ജിയിലെത്താൻ 10 ആണെന്ന്. അപ്പോൾ ഒന്നെങ്കിൽ ഈ 10 അല്ലെങ്കിൽ എഫിൽ നിന്ന് ഇവിടെ എത്താനുള്ളതോ, അത് രണ്ടുമാണ് എഴുതിയേക്കുന്നത്. ഓൾറെഡി റൂട്ടിൽ നിന്ന് ആ നോഡിലേക്ക് എത്താനുള്ള വെയിറ്റോ, അല്ലെങ്കിൽ ഇപ്പം കണ്ടുപിടിച്ച നോഡിൽ നിന്ന് ആ നോഡിലേക്ക് എത്താൻ, എക്സ് എന്ന് പറയുന്ന നോഡാണ് പുതിയതായിട്ട് നെയ്ബറായിട്ടുള്ളത്. ആ എക്സ് എന്ന് പറയുന്ന നോഡിന് ഓൾറെഡി റൂട്ടിൽ നിന്ന് എത്താനുള്ള വഴി അവൻ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അതും, അല്ല എങ്കിൽ ഡബ്ല്യൂവിൽ നിന്ന് ഡബ്ല്യൂവിലേക്ക് എത്താനുള്ള വെയിറ്റ് ഓൾറെഡി അറിയാമല്ലോ, റൂട്ടിന് അറിയാം ഡബ്ല്യൂവിൽ എത്താനുള്ള, കാരണം അത് ഓൾറെഡി ട്രീയിൽ ആഡ് ചെയ്തതാണ്. ട്രീയിൽ ആഡ് ചെയ്തെങ്കിൽ അതിൻ്റെ ഡിസ്റ്റൻസ് അറിയാം. ആ ഡിസ്റ്റൻസിൻ്റെ കൂടെ ഡബ്ല്യൂവിൽ നിന്ന്, അതായത് ഈ കേസിൽ പറഞ്ഞാൽ എഫിൻ്റെ കേസാണ് ഞാൻ പറയുന്നത്. എഫിൻ്റെ കേസിൽ ജിയിലേക്ക് എത്താനുള്ള എ ഓഫ് എക്സ് എന്ന് പറയുന്നത് 10 എന്ന് പറയുന്ന വാല്യൂ ആണ്. ഇനി അല്ലെങ്കിൽ എഫിൽ നിന്ന് അങ്ങോട്ട് എത്താനുള്ള, എഫിൽ എത്താൻ 8ഉം എഫിൽ നിന്ന് അങ്ങോട്ട് എത്താനായിട്ട് 1ഉമാണ്. അപ്പോൾ 8 1 9, 9ഉം 10ഉം അതിൻ്റെ മിനിമം എടുക്കും. അതാണ് ഇവിടെ മിനിമം ഓഫ് ഇതെന്ന് എഴുതിയേക്കുന്നത്. അപ്പോൾ അതിലെ മിനിമം കണ്ടുപിടിച്ച് അപ്ഡേറ്റ് ചെയ്യും.
എന്നിട്ട് ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്യും എന്ന് പറഞ്ഞാൽ വീണ്ടും ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യും അപ്പോൾ പുതിയൊരു നോഡ് അതിൽ മിനിമം, അപ്പം ഒരു നോഡിൻ്റെ വെയിറ്റ് നമ്മൾ കണ്ടുപിടിച്ചല്ലോ, ആ വെയിറ്റുകളിൽ ഏറ്റവും മിനിമം ഉള്ളത് വീണ്ടും ആഡ് ചെയ്യും, അതിൻ്റെ നെയ്ബറിനെ ഡിസ്റ്റൻസ് വീണ്ടും കാൽക്കുലേറ്റ് ചെയ്യും, അങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും. ഈ വീഡിയോ ഒരു 2-3 പ്രാവശ്യമെങ്കിലും റിപ്പീറ്റ് ചെയ്ത് കാണണം. അത് വീണ്ടും ഞാൻ പറയാത്തത് വീഡിയോയുടെ ലെങ്ത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് കാണുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. അങ്ങനെ എല്ലാ നോഡും ആഡ് ആകുന്നിടം വരെ, അതായത് ട്രീയിലേക്ക് എല്ലാ നോഡും ആഡായി പുറത്ത് ട്രീയിലല്ലാത്ത നോഡൊന്നും അവശേഷിക്കുന്നില്ല എന്നുള്ള സാഹചര്യം വരെ കണ്ടോ. അണ്ടിൽ ഓൾ നോഡ്സ് ഇൻക്ലൂഡഡ് ഇൻ ദ ട്രീ റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ അൽഗോരിതം ഇവിടെ ക്ലോസ് ചെയ്യും. അപ്പോൾ ഇത് ഫസ്റ്റ് എ എന്ന് പറയുന്നതിന് വിളിക്കും, പിന്നെ ബി എന്ന് പറയുന്നതിന് വിളിക്കും, സി. അങ്ങനെ ഓരോ നോഡിലും ഈ അൽഗോരിതം വർക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഓരോ നോഡും ഒരു ട്രീ ക്രിയേറ്റ് ചെയ്ത് വെക്കും ഓരോ ഇതിലേക്ക്. അപ്പം ആ ട്രീ ക്രിയേറ്റ് ചെയ്തേക്കെന്ന് പറഞ്ഞാൽ ആ ട്രീയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ റൂട്ടിൽ നിന്ന് ആ ലീഫിലേക്ക് അല്ലെങ്കിൽ ഓരോ ലീഫിലേക്കും ഒരു റൂട്ടേ ഉണ്ടാവുള്ളൂ. ആ റൂട്ട് എന്ന് പറയുന്നത് ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആയിരിക്കും. അപ്പോൾ അതാണ് ലിങ്ക് സ്റ്റേറ്റ് റൗട്ടിംഗ് അൽഗോരിതം. ലിങ്ക് സ്റ്റേറ്റ് റൗട്ടിംഗ് അൽഗോരിതത്തിനകത്ത് ഡിജിക്സ്ട്രാസ് അൽഗോരിതമാണ് യൂസ് ചെയ്യുന്നത്. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു.